നമസ്കാരം. ഒരു സംസ്ഥാനത്തെ ഗവർണർ പദവി അതിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള പ്രാധാന്യത്തെയും അധികാരങ്ങളെയും സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കാലാകാലങ്ങളായി തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും വളരെ രൂക്ഷമായി നടക്കുന്ന ഒന്നാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ആരിഫ് മുഹമ്മദ് ഖാൻ, ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാരുമായിട്ട്, പ്രത്യേകിച്ച് SFI പോലുള്ള ഈ ചൂടുചോറ് വാരാനായി സഖാക്കൾ മുന്നോട്ടിറക്കി വിടുന്ന കുട്ടിക്കുരങ്ങന്മാരെന്ന് വിമർശകർ വിളിക്കുന്ന വിഭാഗത്തോട് വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ വഴിയിൽ തടയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും തുടങ്ങിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭരണഘടനാപരമായി തന്നെ അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ സർവകലാശാലയുടെ ചാൻസലറായ ഗവർണറെ സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ള വെല്ലുവിളി, ഗവർണർ ആ വെല്ലുവിളി ഏറ്റെടുത്ത് സർവകലാശാലയിൽ ചെല്ലുക, ഇത്തരം സംഭവങ്ങളെല്ലാം നിരന്തരമായി സംസ്ഥാനത്ത് നടക്കുമായിരുന്നു. ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത ദിവസവും ഓരോ പുതിയ പാതകൾ തുറക്കുമായിരുന്നു. പക്ഷേ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസ്ഥാനത്തിൻ്റെ ഗവർണറായി പദവിയേറ്റതിന് ശേഷം ഈ ഏറ്റുമുട്ടലുകൾ പ്രത്യക്ഷമായി പൊതുമണ്ഡലത്തിൽ വരുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാരണം ഗവർണറും സർക്കാരും തമ്മിൽ സമരസത്തിൽ പോകുവാൻ തീരുമാനിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇടത് വലത് സർക്കാരുകൾ LDFും UDFും, വലതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന UDF ആണ്, യഥാർത്ഥ വലതായ BJP അല്ല, LDFും UDFും എന്നും കേന്ദ്രത്തിലെ BJP സർക്കാർ നിയമിച്ച ഗവർണർ എന്നുള്ള തരത്തിലെ ബഹുമാനപ്പെട്ട രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ ആണെങ്കിലും ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ ആണെങ്കിലും കാണുകയുള്ളൂ, കണ്ടിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുക എന്നുള്ളത് സാധ്യമല്ല, അവർക്കും സാധ്യമല്ല, ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹത്തിനും സാധ്യമല്ല. കാരണം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളിൽ കൈകടത്തുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരം അദ്ദേഹം വിനിയോഗിക്കുന്നത് തടസ്സപ്പെടുത്തുവാനോ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മേലിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനോ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് അദ്ദേഹം കൃത്യമായി തടയിടുകയും ചെയ്യും. അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും ആർലേക്കർജി ആയാലും. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ ഗവർണറും സർക്കാരും തമ്മിൽ, സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു 50-60% ഒരു സമരസമുണ്ടാകണം. അത് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ആർലേക്കർക്കറിയാം. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പരസ്യമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി, എന്നാൽ കർശനമായ നടപടികൾ എടുക്കേണ്ടയിടത്ത് കർശനമായി തന്നെ നടപടികളെടുത്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിത്വമാണ്. ആരിഫ് മുഹമ്മദ് ഖാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതി, അദ്ദേഹം കുറച്ച് കൂടുതൽ വൈകാരികമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബഹുമാനപ്പെട്ട ആർലേക്കറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ വൈകാരിക വിക്ഷോഭങ്ങൾ കുറവാണ്. കാരണം ആത്യന്തികമായി അദ്ദേഹം ഒരു RSS പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ഡിസിപ്ലിൻ അദ്ദേഹത്തിനുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന് ഡിസിപ്ലിൻ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിൽ നിന്നും ഈ വികാരങ്ങളെ നിയന്ത്രിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുവാനും അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ മുന്നോട്ട് പോകുവാനും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യും, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു നിശബ്ദമായിട്ടുള്ളൊരു പ്രവർത്തന രീതിയാണ്. ആ പ്രവർത്തന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ പല പരാതികളും ഉയരുന്നുണ്ട്. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, അത് ചീഫ് സെക്രട്ടറി ആയാലും DGP ആയാലും, സർക്കാരിനെ അറിയിക്കാതെ ഗവർണർ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു തുടങ്ങിയ പരാതികൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ഉയർത്തിയിട്ടുണ്ട്. VD സതീശൻ അതിന് മറുപടിയായി പിണറായി വിജയൻ്റെ കാലത്തും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ പരാതി അറിയിച്ചിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ പൊട്ടിത്തെറിച്ചേനെ, ഗവർണർക്ക് അങ്ങനെ അധികാരമില്ലെന്ന് പറയാൻ നിങ്ങളാര് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചേനെ. വിശ്വനാഥ് ആർലേക്കറും അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം വികാരവിക്ഷോഭങ്ങളൊന്നുമില്ലാതെ ഭരണഘടനയെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ അറിവിനുള്ളിൽ വെച്ച് എനിക്കതിനുള്ള അധികാരമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം സംശയത്തിനിടയില്ലാത്ത വിധം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതായത് ഇതിൽ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല, എൻ്റെ അധികാര പരിധിക്കുള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ അധികാരങ്ങളാണ് ഞാൻ വിനിയോഗിക്കുന്നത് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞത് പ്രത്യേകമായി 2 സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൻ്റെ അധിക ചുമതല കൂടി ബഹുമാനപ്പെട്ട ആർലേക്കറിന് ഇപ്പോൾ ഉണ്ട്. ഇനി തമിഴ്നാട്ടിൽ പുതിയ ഗവർണർ വരുവാൻ പോവുകയാണ്. തമിഴ്നാട്ടിലാണ് ഈ ഒരു സംഘർഷം, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശ്രീ രവി അവിടെ ഗവർണറായിരുന്ന കാലത്ത് DMK സർക്കാരുമായി നിരന്തര പോരാട്ടങ്ങളായിരുന്നു അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നിരുന്നത്. വിജയ് സർക്കാരും പ്രഖ്യാപിത നയം ഗവർണറുമായി
ഗവർണർ പദവിയെ വേണ്ട എന്നാണ്, ആളിനർ എന്നാണ് അവർ വിളിക്കുന്നത് തമിഴിൽ. ഗവർണർ പദവി അല്ലെങ്കിൽ ഗവർണറെ ആളിനർ എന്നാണ് വിളിക്കുന്നത്. ആളിനർ പദവിയെ വേണ്ട, ആളിനർ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാപരമല്ല എന്നാണ് അവരുടെ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ അവരുടെ ഒരു നയം. പക്ഷേ ഗവർണറുമായി നേരിട്ടൊരു പോരാട്ടത്തിന് അവർ ഇതുവരെ മുതിർന്നിട്ടില്ല. പക്ഷേ താമസിയാതെ മുതിരുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കാരണം കോൺഗ്രസ്സാണ് അവരുടെ സഖ്യകക്ഷി. കോൺഗ്രസ്സിന് ഈ BJP സർക്കാർ നിയമിച്ച ഗവർണർമാരോട് നിരന്തരമായിട്ടുള്ളൊരു പോരാട്ട ഭൂമിക അവർ സഖ്യകക്ഷിയായിട്ടുള്ള, അവർ ഭരണകക്ഷി യഥാർത്ഥ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ല, അവർ സഖ്യകക്ഷിയായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലൊരു നിരന്തര പോർമുഖം ഗവർണറുമായി തുറന്നു വയ്ക്കണമെന്നുള്ളത് ആവശ്യമാണ്. കോൺഗ്രസ്സാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ നേതാവായ മാണിക്യം ഠാക്കൂർ എന്ന വളരെ സ്വാർത്ഥനായ, കോൺഗ്രസ് ഇന്നോളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അപകടകാരിയായ തെക്കേ ഇന്ത്യയിലെ നേതാവ്. അപകടകാരി എന്ന് ഞാൻ പറയുന്നത് ബുദ്ധിമാൻ എന്നുള്ള രീതിയിലല്ല. കോൺഗ്രസിൻ്റെ ബുദ്ധിശക്തിയെ സംബന്ധിച്ച് ശ്രീ കെ കരുണാകരന് ഇപ്പുറത്തേക്ക് കോൺഗ്രസ്സിൽ അത്രയും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ബുദ്ധിശക്തിയോ തീക്ഷ്ണതയോ ഉള്ളൊരു നേതാവ് ഉണ്ടായിട്ടില്ല കോൺഗ്രസ്സിൽ. ഇത് അപകടകാരി എന്നുള്ളത് വിഘടനവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വന്തം താല്പര്യം നേടിയെടുക്കുവാൻ സഹായിച്ചാൽ അത് കയ്യിലെടുക്കുവാൻ ഒരു മടിയുമില്ലാത്ത നേതാവ് എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെ മാണിക്യം ഠാക്കൂറിനെ പോലെയുള്ളവർ, അദ്ദേഹത്തിൻ്റെ മാണിക്യം ഠാക്കൂറല്ല, മാണിക്യം ടാഗോറാണ്, ക്ഷമിക്കണം, ഠാക്കൂർ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. മാണിക്യം ടാഗോറിനെ പോലെയുള്ളവർ ഇത്തരത്തിലുള്ള നിരന്തര സംഘർഷത്തിലേക്ക് വിജയ് സർക്കാരിനെ ഗവർണറുമായി തള്ളിവിട്ടുകൊണ്ട് തന്നെ ഇരിക്കും. കേരളത്തിൽ സ്ഥിതി ഒരല്പം വ്യത്യസ്തമായിരിക്കും. വി ഡി സതീശൻ നേരിട്ട് ഗവർണറുമായി ഒരു സംഘർഷത്തിന് പോകില്ല. കാരണം ഗവർണറിൻ്റെ ഒരു സമരസത്തിലൂടെ പോകാമെന്നുള്ള രീതിയിൽ തന്നെ പോകും. കോൺഗ്രസ് പൂർണ്ണ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലിരിക്കുന്ന കർണാടകയിലായാലും ഹിമാചൽ പ്രദേശിലായാലും സ്ഥിതി അത് തന്നെയാണ്. പക്ഷേ സഖ്യകക്ഷിയായി കോൺഗ്രസ് എവിടെയുണ്ടോ, ഇപ്പോൾ ജാർഖണ്ഡിലായാലും തമിഴ്നാട്ടിലായാലും അവരുടെ ഒരു വിലപേശൽ ശക്തി എത്രത്തോളമുണ്ടോ, എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം ഈ സംഘർഷം അവർ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇത്തരത്തിൽ ഒരു ഭരണസ്തംഭനത്തിലേക്ക് നയിക്കുന്ന സംഘർഷങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്നത് കോൺഗ്രസ്സാണ്. കമ്മ്യൂണിസ്റ്റുകാർ സഖ്യകക്ഷികളായിട്ടുണ്ടെങ്കിൽ അവരും അതിന് സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കും. അവരുടെ പേര് ഞാൻ എടുത്തു പറയാത്തത് കേരളത്തിനപ്പുറത്തേക്ക് അവർക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. തമിഴ്നാട്ടിൽ അവർ വിജയ് സർക്കാരിൻ്റെ ഭരണത്തിൽ കൂട്ടുകക്ഷിയാണെങ്കിൽ പോലും അവിടെയും അവരുടെ പ്രസക്തി എന്നുള്ളത് വളരെ നിസ്സാരം, ഒരു തൃണവൽഗണിക്കാവുന്ന തരത്തിലുള്ള ഒന്നാണ്. കാരണം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി നടന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് പൂർണ്ണമായും അപ്രസക്തമായി പഴയ DMK സർക്കാർ എങ്ങനെയാണോ വിടുതലൈ സിരുത്തൈ കക്ഷികളെ കൈകാര്യം ചെയ്തിരുന്നത് അതുപോലെ ഒരു പുച്ഛത്തോടും അവിടെ കിടക്ക് എന്നുള്ള രീതിയിൽ വല്ലപ്പോഴും എല്ലിൻ കഷ്ണം എറിഞ്ഞു കൊടുക്കുന്ന തലത്തിലേക്ക് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ മാറ്റപ്പെടും. DMK സർക്കാരിൻ്റെ കാലത്ത് അവരങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവർക്കൊരു പുതിയ അനുഭവമൊന്നുമായിരിക്കില്ല. DMK സർക്കാരും അവരെ അങ്ങനെയാണ് ഒരു ഈ നമ്മുടെ ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ നായയുടെ വില പോലും കൊടുക്കില്ല എന്ന് പറയുമല്ലോ. നായ എന്നല്ല, പട്ടിയുടെ വില പോലും കൊടുക്കില്ല എന്ന് ഗ്രാമ്യമായ ഭാഷയിൽ പറയുമല്ലോ. അതുകൊണ്ടാണ് അവരുടെ കാര്യം പറയാത്തത്. പക്ഷേ കോൺഗ്രസ് ഇത്തരത്തിലൊരു നിരന്തര സംഘർഷം സഖ്യകക്ഷികളും ഗവർണറും തമ്മിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിന് അവരുടെ നേട്ടമെന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിച്ഛായ കഴിയുന്നിടത്തൊക്കെ ഇടിച്ചു താഴ്ത്തുവാൻ അവർക്ക് സാധിക്കും. കാരണം സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തടയുന്നത് കേന്ദ്ര സർക്കാർ നടപടികൾ നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന ഗവർണറാണ് എന്നൊരു പ്രതിച്ഛായ തമിഴ്നാട്ടിലെങ്കിലും ഒരു പരിധിവരെ വിജയകരമായി സൃഷ്ടിച്ചെടുക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൽക്കാലം ആ പ്രതിച്ഛായയ്ക്ക് വലിയൊരു മൂല്യമില്ല. പക്ഷേ വരും കാലങ്ങളിൽ ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കലാപങ്ങളും പ്രതിഷേധങ്ങളും ഇരമ്പുന്ന കാലഘട്ടത്തിൽ അത്തരത്തിലൊരു നയവും കോൺഗ്രസ് കയ്യിലെടുക്കും. കാരണം കോൺഗ്രസ് എന്ന ഈ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഉണ്ടല്ലോ, ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് സ്വയം അഭിമാനിക്കുന്ന പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ അതിലെ വ്യക്തിപരമായിട്ടുള്ള നേതാക്കൾക്കാർക്കും ബുദ്ധിയില്ലെങ്കിലും ഇപ്പോൾ കോൺഗ്രസ്സിനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ശക്തികൾക്ക് നല്ല ബുദ്ധിയും നല്ല വിഭവശേഷിയും ഭാരതത്തെ പ്രതി വളരെയധികം സ്ഥാപിത താല്പര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അത് പ്രേക്ഷകർ മനസ്സിലാക്കണം. അവരുടെ ബുദ്ധി നിരന്തരമായിട്ടുള്ള ഇത്തരം കുഴപ്പങ്ങൾ സംസ്ഥാനങ്ങളിൽ സൃഷ്ടിക്കുന്നതിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ശക്തി ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളെന്ന് പറയുമ്പോൾ ജോർജ് സൊറോസിനെ പോലുള്ളവരെ നാം പരാമർശിക്കാറുണ്ട്. ജോർജ് സൊറോസിൻ്റെ
സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യസാധ്യം എല്ലാം നടന്നിട്ടുള്ളത് ഏതെങ്കിലും പ്രദേശത്ത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ആ കുഴപ്പങ്ങളിൽ നിന്ന് ലാഭം കൊയ്യുക എന്നുള്ളൊരു പ്രവർത്തന രീതിയാണ് ജോർജ് സോറോസ് അവലംബിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് ബാഹ്യശക്തികളും ഭാരതത്തെ സംബന്ധിച്ച് ബാഹ്യശക്തികളായിട്ടുള്ളവരെല്ലാം അത്തരത്തിലുള്ള കുഴപ്പങ്ങളിൽ നിന്ന്, കാരണം ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായും തകർത്ത് ആ രാജ്യത്തിൻ്റെ ഒരു കറൻസിക്ക് യാതൊരു മൂല്യവും ഇല്ലാതാക്കുന്നതിൽ നിന്ന് ലാഭം കൊയ്തിട്ടുള്ള വ്യക്തിയാണ് ജോർജ് സോറോസ്. ബ്രിട്ടൻ്റെ സാമ്പത്തിക സ്ഥിതി 80കളിലും 90കളിലുമായി പൂർണ്ണമായും തകർത്ത് അതിൽ നിന്ന് $2 ബില്യൺ $2 ബില്യൺ പൗണ്ട് ലാഭം കൊയ്ത വ്യക്തിയാണ് ജോർജ് സോറോസ്. അത്തരത്തിലാണ് ഒരു കുഴപ്പം സൃഷ്ടിച്ച് ലാഭം കൊയ്യുക എന്നുള്ള പ്രവർത്തന രീതിയാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു മാർഗ്ഗമാണ് അവരുടെ മുൻപിലുള്ളത്, അല്ലെങ്കിൽ പല മാർഗങ്ങളുള്ളതിൽ ഒന്നാണ് ഈ ഗവർണറുമായിട്ടുള്ളൊരു പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാരുകളെ നിരന്തരമായി തള്ളിവിടുക എന്നുള്ളത്. അതിന് കോൺഗ്രസ് അവരുടെ വലിയ ചട്ടുകമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഈ വിഷയം ഇന്ന് പറഞ്ഞത്, ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആർലേക്കർ സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയും DIGയും ഒക്കെ വിളിച്ച വിഷയം, DGPയും ഒക്കെ വിളിച്ച വിഷയം വലിയ വിവാദമാക്കുവാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. ആ വിഷയം ഇനി അങ്ങോട്ടേക്ക് കത്തിപ്പടരുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വരും ദിവസങ്ങളിൽ ഈ വാർത്തകൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചുകൊള്ളുക, ഈ വാക്കുകളൊന്ന് ഓർത്തുകൊള്ളുക. തൽക്കാലം ഈ വിഷയത്തിൽ ഇത്രമാത്രം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.